നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് സുരേന്ദ്രൻ പുറത്തുവിട്ടെ. ഇപ്പോൾ നോമ്പുകാലമായാൽ തുറക്കുന്ന ഹോട്ടലുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടാണ് അതിനെ സോഷ്യൽ മീഡിയ പ്രതിരോധിക്കുന്നത്. ഇത് ഓരോ നോമ്പ് കാലത്തും ഇങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതി ഇതറിയാത്തതുകൊണ്ടല്ല. പിന്നെ ചില ഹോട്ടലുകൾ നോമ്പ് കാലത്ത് തുറക്കില്ല. എന്താ കാരണം? ഇത് ബിസിനസ്സാണല്ലോ. ഇത് കച്ചവടത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം എന്താണ്? ലാഭമാണ്. മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം ആളുകൾ നോമ്പ് എടുക്കുന്ന ആളുകളായതുകൊണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ആളുകൾ കുറവായിരിക്കും. ഈ ബംഗാളികളും അതുപോലെ തന്നെ ബീഹാറിലൊക്കെ ഉള്ള ആളുകൾ ഈ കച്ചവടം കുറവാകുന്ന നോമ്പ് കാലത്താണ് ലീവ് എടുത്ത് നാട്ടിൽ പോവുക. അപ്പോൾ കച്ചവടം കുറവായതിന് നോമ്പ് കാലത്ത് കച്ചവടം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് മുതലാളി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കെ സുരേന്ദ്രൻ എന്താ ചെയ്യേണ്ടത്? എന്നാൽ പിന്നെ BJP-കാരോടൊക്കെ നോമ്പ് കാലമായ മലപ്പുറം ജില്ലയിലേക്ക് പോയിട്ട് അവിടുത്തെ ഹോട്ടലിലൊക്കെ കച്ചവടം കൂട്ടാൻ പറയണം. അപ്പോൾ കച്ചവടം കൂടുതലായാൽ സ്വാഭാവികമായും ആളുകൾ ലാഭം ആഗ്രഹിക്കുന്നവർ തുറക്കും. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം. ഇനിയിപ്പോൾ സുരേന്ദ്രൻ വേണമെങ്കിൽ അടുത്ത നോമ്പിന് രാമനാട്ടുകര മുതൽ എടപ്പാൾ വരെ, തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു യാത്ര നടത്താൻ തയ്യാറാണെങ്കിൽ, ഇത് പരിശോധിക്കാൻ സുരേന്ദ്രൻ തയ്യാറുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. യൂത്ത് ലീഗ് തയ്യാറാണ്. അദ്ദേഹം തയ്യാറാവില്ല. ഈ പച്ചക്കള്ളം പിന്നെയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ നിസ്സാരമായി കാണാൻ പാടില്ല. ഈ നുണപ്രചാരകരെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം. കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇങ്ങനെ നുണ പറയുന്ന, വിദ്വേഷം പറയുന്ന, വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളോട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്താണ്? ഇതിലും വലിയ കേസുകളൊക്കെ BJP നേതാക്കൾക്കെതിരെ വരുമ്പോൾ ഒത്തുതീർപ്പാകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ കൊടകര കുഴൽപ്പണ ഇടപാട് എന്താ ചെയ്തത്? കെ സുരേന്ദ്രനെതിരെ അന്വേഷണം. ഇപ്പോൾ ED കുറ്റം പറഞ്ഞു. ശരിയാണ്, ED ആ നിലക്ക് അന്വേഷിച്ചില്ല. കേരള പോലീസ് എന്താ ചെയ്തത്? കേരള പോലീസ് കെ സുരേന്ദ്രനെ സാക്ഷിയൊക്കെ ചെയ്തത്, പ്രതിയാക്കിയോ? അപ്പോൾ ഇങ്ങനെ വിദ്വേഷം പറയുന്ന ആളുകൾക്കെതിരെ പിന്നെ കേസെടുക്കാത്തതിൽ അത്ഭുതം തോന്നുന്നതിൽ കാര്യമില്ല. അതിനേക്കാൾ വലിയ കേസുകൾ വന്നിട്ട് രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കേസുകൾ പ്രതിയാക്കേണ്ട ആളുകൾക്കെതിരെ പോലും നടപടി സ്വീകരിക്കാത്ത ഒരു സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സുരേന്ദ്രൻ അതിൻ്റെ കൂടെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ വിഷയം ഓൺ ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അത് റെപ്രസെൻറ്റേഷനാണ്. കേരളത്തിലെ സംവരണം, പിന്നാക്ക സമുദായങ്ങളുടെ സംവരണം മുസ്ലിങ്ങൾ തട്ടിയെടുക്കുന്നു എന്നാണ് അദ്ദേഹം ഒരു ആരോപണമായി ഉന്നയിച്ചിട്ടുള്ളത്. അതേക്കുറിച്ച് പഠിക്കണം, ഒരു പരിശോധന നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതേക്കുറിച്ച് പഠിക്കണം എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പഠിച്ച റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ വിവിധ സമുദായങ്ങൾ അധികാര പങ്കാളിത്തത്തെ സംബന്ധിച്ച്, വിഭവങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ചൊക്കെ നടത്തിയൊരു പഠന റിപ്പോർട്ട് കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. അത് 2000-ൽ കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ രജീന്ദർ സച്ചാർ ചെയർമാനായിട്ടുള്ള, ജസ്റ്റിസ് രജീന്ദർ സച്ചാർ ചെയർമാനായിട്ടുള്ളൊരു കമ്മീഷനാണ്. ആ കമ്മീഷൻ, 3-അംഗ കമ്മീഷൻ, ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ആ റിപ്പോർട്ടിൽ വിവിധ സംവരണ സമുദായങ്ങളുടെ ബാക്ക്ലോഗിനെ കുറിച്ചുള്ളൊരു പഠനം നടത്തിയപ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൽ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിനകത്ത് എന്താ പറയണത്? 7383 തസ്തികകളിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം നഷ്ടമായിട്ടുണ്ടെന്നാണ്. സംവരണ തോതനുസരിച്ച് അവർക്ക് കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്. അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആധികാരികമായ റിപ്പോർട്ടാണ്, ഒരു പഠന റിപ്പോർട്ടാണ്, മുസ്ലിം ലീഗിൻ്റെ റിപ്പോർട്ടല്ല.